എൻ്റെ പേര് ഡേവിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ചാളൂർ ഇടവയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭാര്യ മെൽബ. എനിക്കൊരു ആൺകുട്ടിയും പെൺകുട്ടിയുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ സ്വർണ്ണ പണിക്കാരനായിരുന്നു. അതിൻ്റെ പേരിൽ കോയമ്പത്തൂർ കുറച്ച് നഷ്ടം വന്നു, സാമ്പത്തിക പ്രതിസന്ധി വന്നു. എനിക്ക് അപ്പനമ്മയും 5 ചേട്ടനനിയന്മാരുമാണ്. അപ്പൻ കൂട്ടാധാരം എല്ലാവരും ആധാരത്തിന്മേൽ അപ്പൻ എനിക്ക് ലോൺ എടുക്കാൻ സഹായിച്ചു. അന്ന് ഈ കടബാധ വീട്ടാൻ എന്നെ സഹായിച്ചു. കൊറോണയ്ക്ക് ശേഷം പണി നിർത്തേണ്ട അവസ്ഥ വന്നു. കടബാധ വീട്ടാൻ തീരെ വഴിയില്ലാത്തൊരവസ്ഥയിലെത്തി. ഞാൻ സ്വർണ്ണപ്പണി ഉപേക്ഷിച്ചു. ഒരു വണ്ടി വാങ്ങിച്ചു, വണ്ടി ഓടിക്കലായി. കടബാധ തീരെ വീട്ടാനുള്ളൊരു വഴിയില്ലാതെയായി. ഞാൻ 2019 ഇവിടെ കൃപാസനത്തിൽ വന്നു, പ്രാർത്ഥിച്ചു നടന്നു. വണ്ടി പരിപാടി കാരണം ഉടമ്പടി പാലിക്കാൻ പറ്റാതെയായി കുറച്ച് നാൾ നിർത്തി. അതിനുള്ളിൽ കടബാധ വീട്ടാൻ തീരെ വഴിയില്ലാതായപ്പോൾ എല്ലാവരും സമ്മർദ്ദമേറി. എനിക്കുണ്ടായിരുന്ന വീട് വിറ്റുകൊള്ളാൻ എല്ലാവരും പറഞ്ഞു, വീട് വെക്കാനുള്ള മാർഗത്തിന് പറഞ്ഞു. ഞാൻ ആദ്യം മുതലേ സ്ഥിരം പള്ളിയിൽ പോകുന്നൊരു വ്യക്തികളാണ്, കുടുംബക്കാരെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അച്ഛന്മാരോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, നീ വീട് വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, വീട് വിറ്റ് കഴിഞ്ഞാൽ കടബാധ വീട്ടും. വീട് വെക്കാമെന്ന് സംഭവിച്ചതിനെക്കുറിച്ച് വളരെ വേദനിക്കുന്നൊരവസ്ഥയായിരുന്നു. കാരണം ഞാൻ പെരുവഴിയിലാകുന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്, എൻ്റെ കയ്യിൽ വേറെ വഴിയില്ല. ഞാനങ്ങനെ ഒരു ദിവസം ജോസഫ് അച്ഛനെ കാണാൻ വന്നു. ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛനോട് പറഞ്ഞു, ഞാൻ എൻ്റെ കടബാധ വീടാൻ വീട് വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജോസഫ് അച്ഛനോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും നിൻ്റെ വീട് വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കില്ല, കാരണം നിൻ്റെ വേദന ഞാൻ കാണുന്നു. അതിൻ്റെ ഒരു പരിഹാരമായി മാതാവിനോട് പ്രാർത്ഥിക്കും, വേറൊരു വഴി നിനക്ക് തെളിഞ്ഞു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അച്ഛൻ എനിക്കൊരു ലോക്കറ്റ് തന്നു. ആ ലോക്കറ്റ് വീടുമേ കൊളുത്തിയിടാൻ പറഞ്ഞു. അന്ന് മുതലേ വീടുമേ കൊളുത്തിയിട്ടു. തുടർന്ന് കൃപാസനത്തിൽ പ്രാർത്ഥന ചൊല്ലും. പരമാവധി മാസങ്ങൾ ഞാൻ അവിടെ വന്നു പോയിരുന്നു കൃപാസനം പത്രം. എങ്കിലും ഈ കടബാധ വീട്ടാനുള്ളൊരു മാർഗ്ഗം എനിക്ക് തീരെ എന്നവരുണ്ടായില്ല. കട പരുകി ജിപ്തി വടക്കിലെത്തി. അപ്പൻ 10 വർഷം മുന്നേ മരിച്ചു. അമ്മയ്ക്ക് തീരാവേദനയായി, കടബാധയെക്കുറിച്ച് വളരെ വേദനയായി. എങ്ങനെ വീട്ടിൽ ചിന്തയിൽ ഒരു മാർഗ്ഗമില്ലാതെ നിൽക്കുന്ന നേരത്ത് ജപ്തി വക്കിലെത്തി. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അപ്പോൾ അമ്മയുള്ള കാരണം സംഘക്കാർ ജപ്തിയിലേക്ക് ഒഴിവാക്കി തന്നു. പ്രത്യേക മാതാപിതാക്കൾ വീട്ടിലുള്ള കാരണം ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി തന്നു. അങ്ങനെ 2 പ്രാവശ്യം ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി തന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരിക്ക് അമ്മ മരിച്ചു. അമ്മ മരിച്ചപ്പോൾ സംഘക്കാർ വന്ന് പറഞ്ഞു, ഇനിയൊരു ഓപ്ഷനില്ല, നിൻ്റെ കടബാധ വീട്ടാൻ വേറെ വഴികളില്ല, എന്തെങ്കിലും ചെയ്ത് വീട് വെക്കണം. 1 കോടി വിലയുണ്ടായിരുന്ന വീട് 75 ലക്ഷമായി കുറച്ചു, 50 ലക്ഷമായി കുറച്ചു, 40 ലക്ഷത്തിന് അവർ കൊടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് 60 ലക്ഷം സഹകരണ സംഘത്തിൽ കടമുണ്ട്. ഇനി എന്ത് വഴി എന്നുള്ള ആലോചിച്ചിട്ട് മരണത്തിൻ്റെ ചിന്ത വരെ ഞങ്ങൾക്കെത്തി. ഒരു വഴിയില്ലാതായി. ഞാനും ഭാര്യയും കൂടി ഈ ജനുവരി 16 ഇവിടെ വന്നു. ഞങ്ങൾ അവസാനത്തെ പോകാൻ വേണ്ടി ഞങ്ങൾ മാതാവിനോട് ഒരു ഉടമ്പടി പ്രാർത്ഥിച്ചു. വേറെ വഴിയില്ല മാതാവ് എന്നുള്ള പ്രാർത്ഥിച്ചതിൽ ഉടമ്പടി പ്രാർത്ഥിച്ചു. ജനുവരി ഇവിടെ നിന്ന് പോകുന്ന തന്നെ അമ്മ എനിക്ക് ധൈര്യം തന്ന പോലെ, ഞാൻ ഏറ്റവും എൻ്റെ കാര്യം എന്നുള്ള ധൈര്യം തന്ന പോലെ മനസ്സിലെനിക്ക് തോന്നിച്ചു. പറഞ്ഞതുപോലെ തന്നെ എന്നെ സഹായിക്കാൻ 5-6 ആൾക്കാരെ അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്നു. എന്നെ പ്രേരിപ്പിച്ചു. കടബാധ വീട്ടാൻ കുറച്ചാൾ സഹായം ചോദിക്കാൻ പ്രേരിപ്പിച്ചു. സംഘക്കാർ പരമാവധി ഇളവ് തന്ന് സഹായിച്ചു. എല്ലാമായി 25-ാം തീയതി ഒപ്പിട്ട് ആധാരം തിരികെ വാങ്ങാൻ ദൈവം അനുഗ്രഹിച്ചു. മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം, ആത്മഹത്യ ചെയ്യുന്ന പ്രവൃത്തി ചിന്തിപ്പിച്ച കാര്യം, അതിൽ നിന്ന് മാതാവിനെ രക്ഷിച്ചതിനോർത്ത് അമ്മയോട് 100 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ഡ്രൈവറാണ്. പരമാവധി കാണുന്ന വീടുകളിൽ പത്രം വിതരണം ചെയ്യും. പ്രാർത്ഥന എന്നും എന്ത് വേദന വന്നാലും മുന്നേ കൃപാസന മാതാവിന് പ്രാർത്ഥന. അതെന്നെ എല്ലാ ചെറു കാര്യങ്ങൾ എന്തോരം പറഞ്ഞ് തീരാത്തത്ര നിയോഗങ്ങൾ നേടിത്തന്നിട്ടുണ്ട്. ഏറ്റവും വലിയൊരു വേദനയാണ് ഈ കടബാധ, ഒന്നും തീരാത്ത വേദന. ഈ വേദനയും അമ്മ എനിക്ക് ഒരുക്കി മാറ്റി തന്നതിനോർത്ത് അമ്മയോട് നന്ദി പറയുന്നു. പിന്നെ ഡ്രൈവർ പണിയാണ്. വഴിയിൽ കാണുന്നവർ ഏത് വേദനിക്കുന്നവരായാലും ഇന്നേ വരെ ഒരാളെ മുന്നിൽ ഞാൻ തിരിഞ്ഞു നോക്കാതിരിക്കില്ല. അമ്മയെ മുൻനിർത്തി ഞാനോട് ചെയ്യും. എൻ്റെ ഒരു നിയോഗതാണ്. ഞാനൊരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഞാനൊരു പാപം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഈ ഒരു ചിന്തയാണ് ഇപ്പോൾ എനിക്ക്. ആ ചിന്തയിലൂടെ ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ വഴി പിതാവിനും പുത്രനായ ഈശോനും പരിശുദ്ധാത്മാവിന് നന്ദി, എൻ്റെ കൃപാസന മാതാവിന് 100 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. നീ അവരെ ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഡേവിസ് എന്ന മകൻ തൻ്റെ ജീവിത പങ്കാളിയുമൊത്ത് ഇവിടെ വന്ന് ഒരൊറ്റ കാര്യത്തിനാണ് ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത്. 10 വർഷം മുൻപുണ്ടായിരുന്ന ഒരു തീരാക്കടം തൻ്റെ പിതാവിൽ നിന്ന്
ആധാരത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ഒരു എമൗണ്ട് കടമെടുത്ത് അത് ഒരു 54 ലക്ഷമായപ്പോൾ അത് അടച്ചു വീട്ടുവാൻ സാധിക്കാത്ത ഒരു വലിയ സങ്കടത്തിൽ 3 വർഷം മുൻപ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. പക്ഷേ ജോലി തിരക്കിനിടയിൽ ഈശോയെ അന്വേഷിക്കാനോ ഈശോയെ സ്നേഹിക്കുവാനോ പരിശുദ്ധ അമ്മയോട് വ്യക്തമായി കാര്യങ്ങൾ പറയുവാനോ ഉള്ള ഒരു സാധ്യത ഉണ്ടാക്കിയില്ല എന്ന് വേണം പറയാൻ. വീണ്ടും ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നതിന് മുൻപാണ് ഒരു വട്ടം കൂടി ലാസ്റ്റ് ചാൻസ് എന്ന തരത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ജീവിത പങ്കാളിയുമൊത്ത് ഉടമ്പടിയെടുത്ത് വളരെ നന്നായി അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ അവരെ നയിക്കാൻ തുടങ്ങി. ഉടമ്പടിയെടുത്ത് 1 മാസത്തിനുള്ളിലാണ്, ജനുവരിയിലാണ് അവർ ഉടമ്പടിയെടുത്തത്. 54 ലക്ഷം രൂപയുടെ ആ വലിയ കടത്തിൽ നിന്ന് അവരിന്ന് വിമോചിതരാണ്. ജപ്തി ഒഴിഞ്ഞു. നമുക്കറിയാം, വീടുപേക്ഷിച്ച് അല്ലെങ്കിൽ ജപ്തിയടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ഒരു വലിയ സങ്കടകരമായ കാഴ്ച. ഒരുപാട് മക്കളാണ് ദേവാലയത്തിൽ വന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടി അവർ തിരിച്ചു വന്നുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് ഈ ആലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ, പരിശുദ്ധ അമ്മയുടെ ആ വലിയ സഹായത്തിൽ അവർ ഈശോയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നത്. ഡേവിസും വൈഫും ഇവിടെ വന്ന് നന്ദി പറയുന്ന ഒന്നിനു മാത്രമാണ്, എനിക്ക് ഈശോയുടെ സ്നേഹം തിരിച്ചു ലഭിച്ചു. ഡേവിസിൻ്റെ ഭാഷയിൽ ഡേവിസ് പറയുന്നതിനനുസരിച്ച്, ഞാൻ ചെയ്യുന്ന ഒന്നും തന്നെ ഇന്ന് ഞാനല്ല ചെയ്യുന്നത്. വിശുദ്ധ പൗലോസിനോടൊപ്പം പറയാനുള്ള ഒരു ആത്മീയ അധികാരം ഇന്ന് ഡേവിസിന് ലഭിച്ചിരിക്കുന്നതാണ്. ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാനൊരു പാപം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാണ്. കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഇന്ന് ജോസഫ് അച്ഛനിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിരിക്കുന്നത്. ഉടമ്പടി എടുക്കുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. മറ്റ് നൊവേനകൾ ചെയ്യുന്നത് പോലെയോ ഏതെങ്കിലും പ്രാർത്ഥനകൾ ഉരുവിടുന്നതോ പോലെയല്ല. ഈശോയെ സ്നേഹിച്ച് കാണിക്കണം. മറ്റുള്ളവരെ കുളിപ്പിക്കുമ്പോഴും അവരെ ഉടുപ്പിക്കുമ്പോഴും അവർക്ക് ഭക്ഷണം നൽകുമ്പോഴും അവരെ സ്നേഹിക്കുമ്പോഴും നമുക്കൊന്നുമില്ലെങ്കിലും നമ്മുടെ സമയം ചിലവഴിക്കുമ്പോഴും അതെല്ലാം ഞാൻ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം അതെനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ഈശോയുടെ വലിയ വാഗ്ദാനങ്ങൾക്ക്, ഈശോയുടെ വലിയ ആ സ്നേഹത്തിന് നാം പ്രത്യുത്തരം നൽകുകയാണ്. ഒരുപാട് മക്കൾക്കാണ് ഇതുപോലെ അവരുടെ ജീവിതത്തിൽ ഈശോയും പരിശുദ്ധ അമ്മയും ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ ലഭിക്കുന്നത്. പക്ഷേ ഈശോ 10 കുഷ്ഠരോഗികളെ അനുഗ്രഹം നൽകിയിട്ട്, അവർക്ക് സൗഖ്യം നൽകിയിട്ട് വിജാതീയനായ ഒരുവൻ മാത്രമേ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞുള്ളൂ. അതുമാത്രമാണ് ഇന്ന് ഈശോയെ വേദനിപ്പിക്കുന്നത്, വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുന്നത്. അവിടുത്തെ ക്ഷതങ്ങളാലാണ് നാം സൗഖ്യപ്പെട്ടതെന്ന് ചിലപ്പോഴൊക്കെ നാം മറന്നു പോവുകയാണ്. അവിടുത്തെ മുറിവുകളാൽ, അവിടുത്തെ തിരുരക്തത്താൽ നമ്മെ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകുമ്പോൾ ഉടമ്പടി നന്നായി ജീവിക്കുവാനുള്ള, ഈശോയെ സ്നേഹിക്കുവാനുള്ള, പരിശുദ്ധ അമ്മയെ കൂടെ കൊണ്ടു നടക്കാനുള്ള, പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കുവാനുള്ള കൃപ നമുക്കുണ്ടാകും. ഡേവിസിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കടബാധ്യതയുള്ള എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.